ഉണ്ണിമോളുടെ ഒറ്റ നിർബന്ധപ്രകാരം തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് ഇത്. ഉണ്ണിമോൾ ആരാണെന്നല്ലേ ആ മുന്നിൽ പോകുന്നത് തന്നെ. അനിയത്തിമാരൊരാഗ്രഹം പറഞ്ഞാൽ എങ്ങനെയാ സാധിച്ചു കൊടുക്കാതിരിക്കുന്നത്? അത് ഇത്രയും ചെറിയൊരാഗ്രഹം. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി അവൾ തന്നെ എന്നും ഫോഴ്സ് ചെയ്യായിരുന്നു. തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. എന്താണെന്നല്ലേ, ട്രോളർമാരെ, റിയാക്ഷൻ വീഡിയോകൾ, ബാഡ് കമൻസ് ഇതെല്ലാം പേടിച്ച് ആൾ യൂട്യൂബ് ചാനൽ എൻ്റെ തലയിലിട്ട്. ചാനൽ നീ ഏറ്റെടുത്തോ, എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും എന്നും പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും വെച്ച്. തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുണ്ടെങ്കിലും ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. എല്ലാ ദിവസവും ഞങ്ങൾ ചവറ് ഷോർട്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ചാനൽ ഫ്രീസായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും രണ്ടും കൽപ്പിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ഇത് ഞങ്ങൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലാന്ന്. കണ്ടൻറ് ഉണ്ടാക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം, അതിനേക്കാളൊക്കെ ക്യാമറ എപ്പോഴും ഓണാക്കി വെക്കണം. പിന്നെ ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഞങ്ങൾ മലപ്പുറംകാരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ കൊളോക്കിയൽ ലാംഗ്വേജ് കയറി വരും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടുമായിരിക്കും. പിന്നെ ഈ വീഡിയോ പക്കാ ഫ്ലോപ്പാണെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും നന്നായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു. ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ എടുക്കണമെന്ന് കരുതിയായിരുന്നു ഇറങ്ങിയത്. പക്ഷേ പബ്ലിക്കിൽ വീഡിയോ എടുക്കാൻ വല്ലാത്തൊരു മടി. അതുകൊണ്ട് തന്നെ കാർഡ് തീർന്ന് ടൗണിലേക്ക് കിടക്കുന്നിടത്ത് ക്യാമറ ഓഫ് ചെയ്യേണ്ടി വന്ന്. ഇത് ഞങ്ങളുടെ ഹോം ടൗൺ ആണ്, പറമ്പിൽപീടിക. എല്ലാവരും നമ്മൾ അറിയുന്നവർ തന്നെയാണ്. നാട്ടിൽ വേറെ യൂട്യൂബർമാരില്ലാത്തതുകൊണ്ട് അവർക്കിതൊന്നും ശീലമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ ഓണാക്കാൻ എന്തോ ഒരു മടി. അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിൽ നിന്നൊന്നും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. ഇതൊന്നും അല്ലാട്ടോ ഞങ്ങളെടുത്ത ഡ്രസ്സൊന്നും. പക്ഷെ എന്താ പറയുക, അതൊന്നും ഞങ്ങൾക്ക് കാണിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് മീനുവിനൊരു ബർഗറും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ച്. അങ്ങനെ ഞങ്ങൾ ടൗണിൽ നിന്ന് പുറത്ത് കിടന്നപ്പോൾ വീണ്ടും ക്യാമറ ഓണാക്കി. വഴിയിൽ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാമല്ലോ. പക്ഷേ എന്ത് ചെയ്യാനാ, പിന്നെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള തത്രപ്പാടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡൊക്കെ കൂട്ടി വെച്ച് ഒലക്കേത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്നായി. ഈ കാട്ടുവഴി ഞങ്ങൾ വീട്ടിലേക്കുള്ള ഒരു ഷോട്ടാണ്. ഈ കാട് കണ്ട് ഞങ്ങൾ കാട്ടുജാതിക്കാരാണെന്ന് വിചാരിക്കണ്ടേ, ഞങ്ങൾക്ക് വേറെ നല്ല റോഡൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിൽ പോകട്ടെ.